എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ആവേശ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നലെ തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ ആ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ടൂർണമെന്റിലെ 44ാം മത്സരത്തിൽ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെ വെറും 8 വിക്കറ്റിന് നിഷ്കരുണം തകർത്തെറിഞ്ഞ ചെന്നൈയുടെ ഈ ഉജ്ജ്വല പ്രകടനം പോയിന്റ് പട്ടികയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വൻ ഭൂകമ്പം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ മത്സരം കൊണ്ട് ടൂർണമെന്റിന്റെ തലവര തന്നെ മാറിമറിഞ്ഞു. മുംബൈ ഇന്ത്യൻസ് ഏകദേശം പ്ലേ ഓഫിൽ നിന്ന് പുറത്തായപ്പോൾ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവർ ഈ അപ്രതീക്ഷിത മാറ്റങ്ങളുടെ നടുക്കിലാണ്. ചില ടീമുകൾക്ക് ഈ മാന്ത്രിക ഫലം പുതിയൊരു ജീവൻ നൽകിയപ്പോൾ മറ്റു ചിലരുടെ പ്ലേ ഓഫ് വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. സീസണിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വെറുമൊരു മത്സരം എന്നതിലുപരി ഓരോ കളിയും മറ്റു ടീമുകളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന സൂപ്പർ ത്രില്ലറുകളായി മാറിയിരിക്കുന്നു. നിലവിലെ സമവാക്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 3 ടീമുകൾ തങ്ങളുടെ പ്ലേ ഓഫ് ടിക്കറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തം. എന്നാൽ 3-4 ടീമുകളുടെ കഥ ഏകദേശം കഴിഞ്ഞ മട്ടാണ്. ശേഷിക്കുന്ന ഒരേയൊരു സ്ഥാനത്തിനായി ഇനി 3 ടീമുകൾ തമ്മിലുള്ള ശ്വാസമടക്കി പിടിക്കേണ്ട മരണപ്പാച്ചിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിൽ നിന്നും നമുക്ക് തുടങ്ങാം. 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതുവരെ കളിച്ച 8 മത്സരങ്ങളിൽ വെറും 2 എണ്ണത്തിൽ മാത്രം ജയിക്കാനായ അവർക്ക് 6 തോൽവികളുടെ കൈപ്പാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വെറും 4 പോയിന്റും -1.106 എന്ന വളരെ മോശം നെറ്റ് റൺ റേറ്റുമുള്ള അവരുടെ മുൻപിലുള്ള വഴി അതീവ ദുർഘടമാണ്. പ്ലേ ഓഫ് യോഗ്യതയായ 16 പോയിന്റിൽ എത്തണമെങ്കിൽ ശേഷിക്കുന്ന 6 മത്സരങ്ങളിലും അവർക്ക് മാന്ത്രികമായി വിജയിച്ചേ തീരൂ. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഇത് അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും ഇനി ഓരോ മത്സരവും അവർക്കൊരു ഫൈനൽ തന്നെയാണ്. തൊട്ടുമുകളിൽ 5ാം സ്ഥാനത്ത് സാക്ഷാൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത് ആരാധകർക്ക് വലിയൊരു ഞെട്ടലാണ് നൽകുന്നത്. 9 മത്സരങ്ങളിൽ വെറും 2 വിജയവും 7 പരാജയവുമായി 4 പോയിന്റും -0.803 എന്ന നെറ്റ് റൺ റേറ്റുമാണ് അവർക്കുള്ളത്. ഇത്രയധികം പരിചയസമ്പത്തുണ്ടായിട്ടും ശരിയായൊരു ടീം കോമ്പിനേഷൻ കണ്ടെത്താൻ കഴിയാത്തത് അവരെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇനി ചെറിയൊരു പിഴവ് പോലും അവർക്ക് ടൂർണമെന്റിൽ നിന്നുള്ള അന്തിമ പുറത്താകലാകും വിധിക്കുക. 8ാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യവും സമാനമാണ്. 8 മത്സരങ്ങളിൽ 2 വിജയവും 5 പരാജയവും ഒരു ഫലമില്ലാത്ത മത്സരവുമടക്കം 5 പോയിന്റാണ് അവർക്കുള്ളത്. -7.51 എന്ന നെറ്റ് റൺ റേറ്റുള്ള കൊൽക്കത്തയ്ക്ക് ഇനിയുള്ള 6 മത്സരങ്ങളിൽ 5 എണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ നേരിയതെങ്കിലും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനാകൂ. പോയിന്റ് പട്ടികയുടെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ 7ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 9 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവും 5 തോൽവിയുമായി 8 പോയിന്റുള്ള ഡൽഹിയുടെ പ്രധാന വില്ലൻ -0.895 എന്ന അവരുടെ നെറ്റ് റൺ റേറ്റാണ്. പ്രതിഭകളേറെയുണ്ടെങ്കിലും കളിക്കളത്തിലെ സ്ഥിരതയില്ലായ്മ അവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ആദ്യ 4ൽ ഇടം നേടണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ തുടർച്ചയായി ജയിക്കുകയും നെറ്റ് റൺ റേറ്റ് ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ചെയ്തേ മതിയാകൂ. 6ാം സ്ഥാനത്ത് മുംബൈയെ തകർത്ത ആവേശത്തിൽ നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 9 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവും 5 തോൽവിയുമായി 8 പോയിന്റാണ് അവർക്കുള്ളത്. +0.005 എന്ന നേരിയ പോസിറ്റീവ് നെറ്റ് റൺ റേറ്റ് വലിയൊരു കാര്യമല്ലെങ്കിലും അവർക്കതൊരു വലിയ ആശ്വാസമാണ്. മത്സരങ്ങൾ അതിമനോഹരമായി ഫിനിഷ് ചെയ്യാനുള്ള അവരുടെ അസാമാന്യ പാടവവും പരിചയസമ്പത്തും വെച്ചുകൊണ്ട് തുടർച്ചയായ വിജയങ്ങൾ നേടാൻ അവർക്ക് എളുപ്പത്തിൽ സാധിച്ചേക്കും. ഇതിനായി ഇനിയുള്ള മത്സരങ്ങളിൽ ചുരുങ്ങിയത് 4 എണ്ണമെങ്കിലും അവർക്ക് ജയിക്കേണ്ടതുണ്ട്. തൊട്ടുമുന്നിൽ 5ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 9 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 4 തോൽവിയുമായി 10 പോയിന്റാണ് അവർക്കുള്ളത്. എന്നാൽ -0.192 എന്ന നെറ്റ് റൺ റേറ്റ് അവർക്കൊരു വെല്ലുവിളിയായി മുന്നിലുണ്ട്. മികച്ച സന്തുലിതാവസ്ഥയുള്ള ടീമാണെങ്കിലും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അവർക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ ഗംഭീര പ്രകടനം പുറത്തെടുത്തേ മതിയാകൂ. ഇനി അധികാര പോരാട്ടം നടക്കുന്ന തീപാറുന്ന ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് കടക്കാം. 4ാം സ്ഥാനത്ത് പ്രതാപത്തോടെ നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ്. 10 മത്സരങ്ങളിൽ 6 വിജയവും 4 പരാജയവുമായി 12 പോയിന്റുള്ള അവരുടെ നെറ്റ് റൺ റേറ്റ് +0.510 ആണ്. ഫോമിലുള്ള കളിക്കാരും ഗംഭീര കോമ്പിനേഷനുമുള്ള രാജസ്ഥാൻ ഇതേ തിളക്കം തുടർന്നാൽ അവരുടെ പ്ലേ ഓഫ് സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ്. 3ാം സ്ഥാനത്ത് കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 3 പരാജയവുമായി 12 പോയിന്റുള്ള അവരുടെ നെറ്റ് റൺ റേറ്റ് +0.832 എന്ന മികച്ച നിലയിലാണ്. അവരുടെ മുൻനിര ബാറ്റർമാരുടെ അതിഗംഭീര പ്രകടനവും മൂർച്ചയേറിയ ബൌളിംഗും അവരെ ഏറ്റവും അപകടകാരികളായ ടീമുകളിലൊന്നാക്കി മാറ്റുന്നു. ഇതേ കുതിപ്പ് തുടർന്നാൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ 1 അവർക്ക് സ്വന്തമാക്കാം. എന്നാൽ അതിനേക്കാൾ ഗംഭീരമായ പ്രകടനവുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 3 പരാജയവുമായി അവർക്കും 12 പോയിന്റാണുള്ളത്. എന്നാൽ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റായ +1.420 ആണ് അവരുടെ യഥാർത്ഥ കരുത്ത്. അതിയായ ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ബാംഗ്ലൂർ ഇതേ ഫോം നിലനിർത്തി
നിർത്തിയാൽ ടോപ്പ് 2 ഫിനിഷിന്റെ വലിയ ആനുകൂല്യം അവർക്ക് ലഭിക്കും. എന്നാൽ ബാക്കി എല്ലാവരെയും പിന്നിലാക്കി IPL 2026ന്റെ പോയിന്റ് പട്ടികയിൽ അനിഷേധ്യരായ രാജാക്കന്മാരായി 1ാം സ്ഥാനത്ത് വിരാജിക്കുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. വെറും 8 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 1 തോൽവിയും 1 ഫലമില്ലാത്ത മത്സരവുമടക്കം 13 പോയിന്റാണ് അവർ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. പ്ലസ് 1.043 എന്ന മികച്ച നെറ്റ് റൺ റേറ്റുള്ള അവർ ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ കരുത്തരാണ്. ഈ അശ്വമേധം ഇതേപടി തുടർന്നാൽ ഈ സീസണിലെ ഏറ്റവും വലിയ കിരീടാവകാശികളായി പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് സിംഹാസനം ഉറപ്പിച്ച് കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കി പറഞ്ഞാൽ പഞ്ചാബ്, രാജസ്ഥാൻ, ബാംഗ്ലൂർ ടീമുകൾ 1ാം നിരയിലുള്ള ഏറ്റവും ശക്തരായ പോരാളികളായി നിൽക്കുമ്പോൾ ഹൈദരാബാദ് കടുത്ത വെല്ലുവിളിയുമായി തൊട്ടുപിന്നിൽ തന്നെയുണ്ട്. മറുവശത്ത് മുംബൈ, ലക്നൌ, കൊൽക്കത്ത പോലുള്ള വമ്പൻ ടീമുകൾക്ക് ഇനിയുള്ള ഓരോ നിമിഷവും ജീവൻ മരണ പോരാട്ടത്തിന്റേതാണ്. ടൂർണമെന്റിന്റെ ഈ അവസാന ലാപ്പിൽ ആരായിരിക്കും പ്ലേ ഓഫിന്റെ കവാടം കടക്കുക എന്നും ആരുടെ സ്വപ്നങ്ങളായിരിക്കും തകർന്നടിയുക എന്നും ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.